എന്താ കുഴപ്പം? ഇവിടെ ഞാൻ ഈ 10 കൊല്ലം ഇവിടെ ഒരു മാറാട് കലാപം ഉണ്ടായോ മിസ്റ്ററെ? വർഗീയ കലാപം ഉണ്ടായോ? പറയാനാണ് ഒരുപാട് പറയാനുണ്ട് എനിക്ക്. ഈ വർഗീയ കലാപകാരികളാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. കലാപം ഇനിയും ഉണ്ടാക്കാനാണ്. കണ്ടുണ്ടായിരുന്നില്ലേ? അത് ഇനി ഉണ്ടാകണോ ഈ രാജ്യത്ത്? ഒരു മാറാട് കലാപം ഉണ്ടായില്ലേ? എന്തെല്ലാം കലാപം ഉണ്ടായി ഇവിടെ. ഈ 10 കൊല്ലം ഭരിച്ചിട്ട് വർഗീയ കലാപം ഉണ്ടായോ മിസ്റ്റർ? അത് മാത്രം നിങ്ങൾ കൊള്ള നടത്തിയവനെ പിടിക്കട്ടെ. അതിനാർക്കാവശ്യം? കൊള്ള നടത്തിയവൻ ആരായാലും പിടിക്കട്ടെ. അതിന് പിണറായി എന്ത് ചെയ്ത്? അവർ ശക്തമായ നടപടി എടുക്കുന്നില്ലേ? കോടതി പറയുന്നതെല്ലാം ചെയ്യുന്നത്. ആരെന്ത് ചെയ്ത് ശബരിമലയിൽ അവനെല്ലാം അനുഭവിക്കും. പിന്നെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ അയാൾ കൊള്ളക്കാരനാണെന്ന്? ആര്? വേലി കിടക്കണ ഒരുവനുണ്ടല്ല, പത്തനംതിട്ട കള്ളനാണെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഉപ്പ് അത് പാർട്ടി പലർക്കും കാണും. ഉപ്പ് ഒന്നും വെള്ളം കുടിക്കപ്പാ. അതൊക്കെ അവരോട് ചോദിക്കണം. അവർ അതിൻ്റെ തക്ക സമയത്ത് കാലങ്ങൾക്കായിരുന്നു വരുമ്പോൾ അവരെടുക്കും. എന്താ വർഗീയവാദി എന്ന് പറയാൻ കാരണം? യഥാർത്ഥ വർഗീയവാദികളാന്ന് പറയാം. മലപ്പുറത്ത് ചെന്നപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? അങ്ങനെ എനിക്ക് പറയാൻ അവസരത്തിന് മിസ്റ്റർ അത് തുടങ്ങാൻ സത്യമല്ലേ? ഞാൻ 3 ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട്? മലബാർ പ്രദേശത്ത്. മലപ്പുറത്തുണ്ടോ? വയനാടുണ്ടോ? കാസർഗോഡുണ്ടോ? ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം എല്ലാം ഉണ്ട്. അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. 9 വർഷത്തിനിടെ കുറെ നാളായി തുടങ്ങിയിട്ട്. ശരി, വാർത്താ സമ്മേളനത്തിനൊടുവിൽ പ്രക്ഷുബ്ധനാണ് വെള്ളാപ്പള്ളി നടേശൻ. 3ാം തവണയും പിണറായി വിജയൻ തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരും, ഇനിയും അത് പറയാൻ തയ്യാറാണ്. മുഷ്ടി ചുരുട്ടി പിണറായി വിജയന്റെ പേര് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ടത്.